തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ച് യുവാവിന് പരിക്ക്. അനസ്തേഷ്യ ടെക്നീഷ്യൻ അഭിഷേകിനാണ് പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം. തലയൊട്ടിക്ക് പൊട്ടലേറ്റ അഭിഷേക് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്. പ്രശാന്ത് ശങ്കർ മംഗലത്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപകടം നടക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓക്സിജനുമായി ബന്ധപ്പെട്ട സിലിണ്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടത്തിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ അഭിഷേകിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ പൊട്ടിത്തെറിച്ചതിന് ശേഷം ചെറിയ പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം അഭിഷേക് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയതിനു ശേഷം വീണ്ടും അസുഖം മൂർച്ഛിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, വേദന കൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതിനെ തുടർന്നാണ് ഈ നടത്തിയ പരിശോധനയിലാണ് ഈ തലയൊട്ടിക്ക് പരിക്കേറ്റു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് ഗുരുതരമായി പരിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അഭിഷേകിനെ. ഓക്സിജൻ സിലിണ്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഉപകരണമാണ് പൊട്ടിത്തെറിച്ചത്. ഓപ്പറേഷൻ തിയേറ്റർ ബി, മെഡിക്കൽ കോളേജിലെ ബി ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അധികൃതർ ഈ സംഭവം നടന്നതിന് ശേഷവും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളെ അറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഇത് പുറത്ത് അറിയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നാണ് ഈ വിവരമെല്ലാം പുറത്തറിയുന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്കിടയിൽ 2 തവണയായിട്ടാണ് ഈ അപകടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. നേരത്തെ മാർച്ച് മാസത്തിലും സമാനമായ രീതിയിലൊരു അപകടം ഉണ്ടായിരുന്നു. അത് SAT ആശുപത്രിയിലായിരുന്നു. SAT ആശുപത്രിയിലും ഓക്സിജൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ചിരുന്നു. അതിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് ഈ ഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. പൊട്ടിത്തെറിച്ചിരുന്നു. അങ്ങനെ പൊട്ടിത്തെറിച്ചതിൽ അന്നും പരിക്കേറ്റിരുന്നു. മറ്റൊരു പരിക്കേറ്റുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം ഇന്നലെയാണ് സമാനമായ സാഹചര്യത്തിൽ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഈ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ച് ഒരു ടെക്നീഷ്യന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രശാന്ത്, ഇതേക്കുറിച്ച് വിശദീകരണം എന്തെങ്കിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും ഇത് ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, വേണ്ട പരിശോധന പോലും നൽകാതെ ടെക്നീഷ്യന് വീട്ടിലേക്ക് പറഞ്ഞയച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും നിലവിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല, ഏത് കാരണത്താലാണ് ഈ ടെക്നീഷ്യനെ വീട്ടിൽ പറഞ്ഞയച്ചത്, അല്ലെങ്കിൽ പരിശോധനകൾ പൂർണ്ണമായും നടത്തിയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. വീട്ടിൽ പോയതിനു ശേഷമാണ് ഈ പരിക്കേറ്റ അഭിഷേകിന് വീണ്ടും വേദന അനുഭവപ്പെടുന്നതിനെ തുടർന്നും ശാരീരിക അസ്വസ്ഥമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും തിരിച്ചെത്തുകയും മെഡിക്കൽ കോളേജിൽ തുടർ പരിശോധനകൾ നടത്തിയപ്പോഴാണ് തലയൊട്ടിക്ക് പൊട്ടലേറ്റ വിവരം അറിയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വിശദീകരണം വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഫ്ലോമീറ്ററുകൾ അടിക്കടി പൊട്ടിത്തെറിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണമെന്ന് കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ചെറിയൊരു വിഷയമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ സംഭവം നടന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാം എത്രത്തോളം ജാഗ്രതയോടെ നിൽക്കേണ്ട സ്ഥലമാണ്. മാത്രമല്ല, ഒരു പരിമിതമായ സാഹചര്യത്തിൽ ധാരാളം ഡോക്ടർമാരും അടക്കമുള്ള ജീവനക്കാരടക്കമുണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സമയത്ത് പൊട്ടിത്തെറി ഉണ്ടായ രോഗികളടക്കം ചിലപ്പോൾ ക്രിട്ടിക്കലായി നടക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കം ഉണ്ടാകാം. ഈ സമയത്തെല്ലാം ഈ സമാനമായ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിയേക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ. ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു വിശദീകരണം നൽകേണ്ടത് മെഡിക്കൽ വിഭാഗം തന്നെയാണ്. മാത്രമല്ല, ഫ്ലോമീറ്റർ പൊട്ടിത്തെറിക്കുന്നത് ഇപ്പോൾ 2ാം തവണയാണ്. അങ്ങനെ ചെറിയ കാര്യമായി തള്ളിക്കളയാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഫ്ലോമീറ്റർ പൊട്ടിത്തെറിക്കുന്നു, ഈ ടെക്നീഷ്യന്മാരുടെ കയ്യിലെ പ്രശ്നം കൊണ്ടാണോ അതോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം വ്യക്തത വരണമെങ്കിൽ അതിൻ്റെ വ്യക്തത നൽകേണ്ടതും മെഡിക്കൽ കോളേജിൻ്റെ അധികൃതരാണ്. തീർച്ചയായും ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ചാണ് യുവാവിന് ഗുരുതര പരിക്കേറ്റത്. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ ടെക്നീഷ്യൻ കൂടി യുവാവിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. തലയോട്ടിയിലാണ് പരിക്ക്.